ക്രിസ്തുവിനോടൊപ്പം നിൽക്കാനുള്ള വിളിയാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും വിളി. മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്ന് ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭൂമിയിലെ ജനങ്ങളെ കാണിച്ചിട്ടും ക്രിസ്തുവിനോടൊത്ത് നിൽക്കാതിരുന്ന ഒരു ജനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈശോ നമ്മോട് പറയുന്നു, എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അമേരിക്ക ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിൽപ്പെട്ട നാളുകളിൽ ഏറ്റവും അസ്വസ്ഥനായിരുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണായിരുന്നു. തൻ്റെ ഉപദേശകരോട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം അങ്ങയുടെ പക്ഷത്താണ്. ഇത് കേട്ടപ്പോൾ പ്രസിഡന്റിൻ്റെ മറുപടി വളരെ ക്ലാസിക്കലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നത് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ഞാൻ ദൈവത്തോടു കൂടെയാണോ എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഓരോരുത്തരും ആരോടൊപ്പമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ പരിപാലനയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്തു അനുശാസിക്കുന്ന അനിവാര്യതകളിലൊന്നാണ് ക്രിസ്തുവിനോടൊപ്പം നിൽക്കുക എന്നത്. അങ്ങനെയല്ലാത്തവർക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആയിരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു രാജാവായി വാഴുന്നില്ലെങ്കിൽ സംശയം വേണ്ട, ജീവിതം തകർച്ചയിലേക്കാണ്. ഈശോ പഠിപ്പിക്കുന്നത് അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏതു സാഹചര്യത്തിലും വെയിലിലും മഴയത്തും ക്രിസ്തുവിനോടൊപ്പം നിൽക്കാൻ നാം പഠിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കരുത്തുള്ളവരായി മാറുക.